ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് കമാൻഡോകൾ അറബിക്കടലിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട വ്യാപാര കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വടക്കൻ അറബിക്കടലിൽ ലൈബീരിയൻ പതാക ഘടിപ്പിച്ച വാണിജ്യ ബൾക്ക് കാരിയർ MV ലീല നോർഫോക്ക് ഹൈജാക്ക് ചെയ്തതിന് മറുപടിയായി ഇന്ത്യൻ നാവികസേന അതിവേഗം നടപടി സ്വീകരിച്ചു. ഒരു യുദ്ധക്കപ്പൽ INS ചെന്നൈ, ഒരു മാരിടൈം പട്രോളിംഗ് എയർക്രാഫ്റ്റ് P-8I ലോങ് റേഞ്ച് പ്രിഡേറ്റർ MQ-9B ഡ്രോൺ എന്നിവയ്ക്കൊപ്പം വിന്യസിച്ച് ഹൈജാക്ക് ചെയ്ത കപ്പൽ ഉച്ചകഴിഞ്ഞ് 3:15 നാവികസേന തടഞ്ഞു. ഒരു ഡസനിലധികം ഇന്ത്യൻ ക്രൂ അംഗങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കപ്പൽ സമുദ്ര പട്രോളിംഗ് വിമാനമായ P-8I പ്രിഡേറ്റർ MQ-9B ഡ്രോണുകൾ ഉപയോഗിച്ച് തുടർച്ചയായ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോകൾ INS ചെന്നൈയിലെ ഓൺബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗമാണ്. വ്യാപാര കപ്പലിൽ കയറി റെസ്ക്യൂ പ്രവർത്തനം ആരംഭിച്ചു. MV ലീല നോർഫോക്ക് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പോർട്ടലിൽ ഒരു ദുരിത സന്ദേശം അയച്ചപ്പോഴാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മുതൽ 6 അജ്ഞാതരായ സായുധ വ്യക്തികൾ കപ്പലിൽ കയറിയതായി സൂചിപ്പിക്കുന്നു. നാവികസേന മേഖലയിലെ മറ്റ് സമുദ്ര ഏജൻസികളുമായി ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. MV ലീല നോർഫോക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ INS ചെന്നൈയെ അതിന്റെ പൈറസി വിരുദ്ധ പട്രോളിംഗിൽ നിന്ന് വഴിതിരിച്ചുവിട്ടതാണ് പെട്ടെന്നുള്ള പ്രതികരണം. ജോലിക്കാരുടെ പൗരത്വത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ലെങ്കിലും അവരിൽ ഒരു ഡസനിലധികം ഇന്ത്യക്കാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര പങ്കാളികളുമായും സൗഹൃദപരമായ വിദേശ രാജ്യങ്ങളുമായും സഹകരിച്ച് മേഖലയിലെ വാണിജ്യ ഷിപ്പിംഗിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ നാവികസേന ഊന്നിപ്പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെ ഹൂതി തീവ്രവാദികൾ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ ഹൈജാക്ക് സംഭവം നടക്കുന്നത്. ഇന്ത്യൻ നാവികസേന ജാഗ്രത പുലർത്തുകയും വടക്കൻ, മധ്യ അറബിക്കടലിലും ഏദൻ ഉൾക്കടലിലും സമുദ്ര സുരക്ഷാ സ്ഥിതിഗതികൾ സജീവമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളും ഹൈജാക്കിംഗ് സംഭവങ്ങളും ഉൾപ്പെടെയുള്ള സമുദ്ര സംഭവങ്ങളുടെ ഒരു പരമ്പര സമീപ ആഴ്ചകളിൽ കണ്ടു. യുദ്ധക്കപ്പലുകൾ, നിരീക്ഷണ വിമാനങ്ങൾ, റിമോട്ട് പൈലറ്റഡ് വിമാനങ്ങൾ എന്നിവ അടങ്ങുന്ന നേവൽ ടാസ്ക് ഗ്രൂപ്പുകൾ പ്രദേശത്ത് നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമുള്ള അവരുടെ ദൗത്യം തുടരുന്നു.